ആധുനിക ജീവിത സൗകര്യങ്ങളുടെ നടുവിലാണ് നാം ജീവിക്കുന്നത്. എങ്കിലും നമ്മുടെയൊക്കെ മനസ്സിൽ അസ്വസ്ഥത ജനിപ്പിക്കുന്ന പല ചോദ്യചിഹ്നങ്ങളുമുണ്ട്. പലപ്പോഴും ഉത്തരം അറിയാത്തവ. എന്നാൽ ഡോക്ടർ ജോർജ് പടനിലം തൻ്റെ ബ്ലോഗ് എഴുത്തിലൂടെ അങ്ങനെയുള്ള പല ചോദ്യങ്ങൾക്കും ചുട്ട മറുപടി നൽകുകയാണ്. ഡോക്ടർ ജോർജ് പടനിലത്തിൻ്റെ ജീവിതത്തിലൂടെയുള്ള ഒരു സഞ്ചാരമാണല്ലോ നാം നടത്തുന്നത്. ഈ അടുത്ത കാലത്ത് ഡോക്ടർ എഴുതിയ ഒരു ബ്ലോഗ് എഴുത്ത് ശ്രദ്ധിക്കപ്പെട്ടു. ആശയും ആശങ്കയും എന്നാണ് അതിൻ്റെ പേര്. അവിടെ ഡോക്ടർ പറയുന്ന പല ആശയങ്ങളും ഏറെ അർത്ഥവത്താണ്. സ്നേഹമുള്ളിടത്ത് ഭയമില്ല, അപ്പോൾ തന്നെ പകുതി പ്രശ്നവും തീരുന്നു. വിശുദ്ധ ബൈബിളിൽ നിന്നൊക്കെ കൊട്ടേഷൻസ് എടുത്ത് ഡോക്ടർ തൻ്റെ ഈ ഒരു നിലപാടിനെ ന്യായീകരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ ചിന്തകളാകട്ടെ ഇന്നത്തെ നമ്മുടെ ചർച്ച. സ്നേഹത്തിൻ്റെ അപ്പസ്തോലൻ എന്നറിയപ്പെടുന്ന യോഹന്നാൻ വിശുദ്ധ ബൈബിളിൽ പറയുന്ന ഒരു വാചകം അങ്ങ് ഈ അടുത്ത കാലത്ത് എഴുതിയ ബ്ലോഗിൽ ഞങ്ങൾ കണ്ടു. സ്നേഹം ഭയത്തെ ഇല്ലാതാക്കുന്നു എന്ന് തന്നെയാണത്. അങ്ങയുടെ ആശയും ആശങ്കയും എന്ന ആ ഒരു ബ്ലോഗ് എഴുത്തിൽ ഈ സ്നേഹത്തെക്കുറിച്ച് ഭയത്തെക്കുറിച്ചൊക്കെ പുത്തൻ ആശയങ്ങളാണ് പങ്കുവെക്കുന്നത് എന്ന് തോന്നുന്നു. അതിനെക്കുറിച്ച് അങ്ങ് എന്തു പറയുന്നു? സ്നേഹത്തിൽ ഭയത്തിന് സ്ഥാനമില്ല എന്ന് യോഹന്നാൻ അപ്പസ്തോലൻ എഴുതിയിട്ടുണ്ട്. കാരണം സ്നേഹം ഭയത്തെ അകറ്റുകയാണ്, സ്നേഹത്തെ ഇല്ലായ്മ ചെയ്യുക. ഇത് രണ്ടിനും ഒന്നിച്ച് കോഎക്സിസ്റ്റ് ചെയ്യാനുണ്ട്. ഒരേ സമയത്ത് സ്നേഹവും ഭയവും ഒന്നിച്ച് മനസ്സിൽ കൊണ്ടുവരാനൊക്കത്തില്ല. ഒന്നുകിൽ സ്നേഹിക്കണം അല്ലെങ്കിൽ ഭയപ്പെടണം. ഭയം എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ അഭാവമാണ്. സ്നേഹമുള്ളിടത്ത് ഭയം ഇല്ല. അത് പ്രകാശവും ഇരുട്ടും പോലെയാണ്. ഒരു വെളിച്ചം വരുമ്പോഴത്തേക്ക് ഇരുട്ട് അപ്രത്യക്ഷമാകും, തന്നെത്താനെ അപ്രത്യക്ഷമാകും. അതിനെ ആരും പിടിച്ചു മാറ്റേണ്ട കാര്യമില്ല. അതേസമയം ആ വെളിച്ചം നഷ്ടപ്പെട്ടു പോകുമ്പോൾ വീണ്ടും ഇരുട്ടാകും എന്ന് പറഞ്ഞതുപോലെയാണ് ഭയവും സ്നേഹവും എന്നുള്ളത്. നാം ജനിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സ് വളരെ പരിശുദ്ധമാണ്. അതിനകത്ത് യാതൊരു ചിന്തകളുമില്ല. ഈ ഉപനിഷത്തിൽ പറയുന്നത് പോലെ അഭേദ ദർശനം ജ്ഞാനം എന്നാണ് പറയുന്നത്. അതായത് ഭേദമില്ലാതെ കണ്ട് എല്ലാറ്റിനെയും കാണുന്നത്, വ്യത്യസ്തതയില്ലാതെ എല്ലാം ഒന്ന് എന്നുള്ള ആ ഇതാണ് അറിവെന്ന് പറയുന്നത്. ആ അറിവ് നമുക്ക് നഷ്ടപ്പെടുന്നത് ഭയത്തിൽ കൂടെയാണ്. ഈ ഭയമുണ്ടാകുമ്പോൾ നമുക്ക് എന്തോ നമ്മളിൽ മാറ്റം സംഭവിച്ചു, എന്തോ പഴയതിൽ നിന്ന് നമ്മൾ വ്യത്യസ്തനായി, നമ്മുടെ പരിശുദ്ധി എങ്ങനെയോ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞാൻ എന്നതാണെന്ന് എനിക്കിപ്പോൾ അറിഞ്ഞുകൂടാ. അതുകൊണ്ട് മറ്റുള്ളവർ പറയുന്നത് കേട്ട്, മറ്റുള്ളവരാണ് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. നീ ആരാണ്, നീ എന്താണ്, നീ എങ്ങനെ പെരുമാറണം, നീ ആരെ ബഹുമാനിക്കണം, നീ ആര് പറയുന്നത് കേൾക്കണം, ആരെ ബഹുമാനിച്ചാലാണ് നീ വിജയിക്കാൻ പോകുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നത് മറ്റുള്ളവരാണ്. നമുക്ക് സ്വന്തമായിട്ട് ചിന്തിക്കാനുള്ള നമ്മുടെ ആ സമചിത്തത നഷ്ടപ്പെട്ടത് മൂലം നമ്മൾ മറ്റുള്ളവർ പറയുന്നതെല്ലാം കേൾക്കണം. അവർ പറയുന്നത് മിക്കവാറും എല്ലാം ഭയപ്പെടുത്തിയായിരിക്കും. കാരണം വെച്ചാൽ ഭയപ്പെടുത്തിയെങ്കിൽ മാത്രമേ നമ്മൾ അവന് ശ്രദ്ധ കൊടുക്കത്തുള്ളൂ. സ്നേഹത്തിൽ നമുക്ക് പെരുമാറാനായിട്ട്, സ്നേഹത്തിൽ ആരെങ്കിലും പെരുമാറുകയാണെങ്കിൽ തന്നെയും നമ്മൾ അത് എത്രമാത്രം അനുഭവത്തിൽ നിന്ന് എന്തുമാത്രം അത് വിശ്വസനീയമാണെന്നുള്ളത് കുഞ്ഞുങ്ങൾക്ക് ഒരു സംശയാസ്പദമാണ്. കാരണം വെച്ചാൽ ഒരു സമയത്ത് സ്നേഹത്തിൽ പെരുമാറുന്ന അമ്മ വലിയ മാനസിക സംഘർഷത്തിൻ്റെ ഒരു സമയത്താണെന്നുണ്ടെങ്കിൽ അതേ കാര്യത്തോട് പ്രതികരിക്കുന്നത് ചിലപ്പോൾ നേരെ തിരിച്ചായിരിക്കും. അപ്പോൾ എങ്ങനെ കുഞ്ഞിന് തീർച്ചയാക്കാൻ ഒക്കുന്നത്? നമുക്ക് ഈ സ്നേഹമെന്ന് പറയുന്നത് കിട്ടുന്ന സ്നേഹം എന്നും കിട്ടുമോ എന്നുള്ളതിനെക്കുറിച്ച് ബലമായ സംശയം. പക്ഷേ അതേസമയം മിക്കവാറും കിട്ടുന്ന ദേഷ്യമോ ഭയപ്പെടുത്തലോ അല്ലെങ്കിൽ പ്രതികാര നടപടികളോ ശിക്ഷണ രീതികളോ ഒക്കെ മിക്കവാറും പ്രിഡിക്റ്റബിളാണ്. എപ്പോഴും മിക്കവാറും ഇന്നത് നമുക്ക് പ്രതീക്ഷിക്കാം, ഇന്നത് ഞാൻ ചെയ്താൽ എനിക്ക് അടി കിട്ടും, അല്ലെന്നുണ്ടെങ്കിൽ ഇന്നത് ചെയ്താൽ അത് ശരിയായ പ്രതികരണമായിരിക്കും, ഞാൻ ആഗ്രഹിക്കുന്ന പ്രതികരണമായിരിക്കും കിട്ടുന്നതെന്നുള്ളതിന് കുഞ്ഞിനെക്കുറിച്ച് കുറച്ചുകൂടെ വ്യക്തമായ ഒരു രൂപം കാണും. അപ്പോൾ ആ ധാരണയിലാണ് ഈ കുഞ്ഞ് വളരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഏത് രീതിയിലാണ് അതിൻ്റെ മനസ്സിൽ ഈ ഐഡിയാസ്, ആശയങ്ങൾ എങ്ങനെയാണ് അതിൻ്റെ മനസ്സിൽ കുന്നുകൂടുന്നതെന്നുള്ളത് പറഞ്ഞു വയ്ക്കാൻ വളരെ പ്രയാസമാണ്. പക്ഷേ ഈ ഓരോ ആശയവും വളർത്തുന്നു വയ്ക്കുന്നത് എപ്പോഴും നമുക്ക് നിർവചിക്കാൻ സാധിക്കാത്ത
പ്രതികരണങ്ങളായിരിക്കാം പുറത്ത് ലോകത്തിൽ നിന്ന് വരുന്നത്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ആശങ്ക, ഞാനിത് ചെയ്താൽ ഇത് ശരിയാകുമോ, ഞാൻ ഇന്നത് പറഞ്ഞാൽ ശരിയാകുമോ, ഞാൻ ഇന്നത് പറഞ്ഞാൽ അവർക്ക് അക്സെപ്റ്റബിൾ ആയിരിക്കുമോ, ഇന്ന രീതിയിൽ പ്രവർത്തിച്ചാൽ എനിക്ക് മാന്യത കിട്ടുമോ എന്നൊക്കെയുള്ള ചിന്തകൾ എല്ലാം വളരെ ഒന്നും തീർച്ചയില്ല. കാരണം വെച്ചാൽ ഒരേ പ്രവൃത്തി തന്നെ ഓപ്പോസിറ്റ് റിയാക്ഷൻസ് ഉണ്ടാക്കാമായിരിക്കും. ഓരോരുത്തരും ഓരോ രീതിയിലാണ്, അവരവരുടെ അഭിപ്രായം അനുസരിച്ചാണ് ഓരോരുത്തരും പെരുമാറുന്നതും പ്രതികരിക്കുന്നതും. ഒരു വഴിയെ രണ്ടുപേര് നടന്നു പോവുക, ഒരാൾ പറയുകയാണ്, അയ്യോ അത് കേട്ടോ, ആ മനുഷ്യൻ അവൻ്റെ അമ്മയെ തല്ലിയെന്ന് കേട്ടു, എന്തൊരു കൊള്ളരുതാഴിക. അപ്പോൾ വേറൊരുത്തൻ പറയുന്നു, നല്ല ഇടപാടാണ്, അവനെ പോലീസിൽ പിടിച്ച് അവനിട്ട് 2 അടിയാണ് കൊടുപ്പിക്കരുത്. അങ്ങനെയുള്ള വേറൊരുത്തൻ പറയുന്നു, നിങ്ങൾക്കറിയാൻ വയ്യാഞ്ഞിട്ടാ, ആ സ്ത്രീ എന്നാ ഇത് തൻ്റെ അടിയാണെന്നറിയാം, അവർക്കിട്ട് പണ്ടേ നല്ല തല്ല് കൊടുക്കേണ്ടിയായിരുന്നു, അവരുടെ മോൻ തന്നെ ചെയ്തത് നന്നായി, വേറെ ആരും ചെയ്യാതെ കണ്ട് ചെയ്തത് നന്നായി. ഇങ്ങനെയൊക്കെയാണ് ഒരേ സംഭവമായിരിക്കാം, പക്ഷേ പ്രതികരിക്കുന്നത് ഓരോരുത്തരും അവരുടെ മാനസിക നിലയും അവരുടെ പൂർവ്വ ധാരണകളും അനുഭവങ്ങളുടെയും വെളിച്ചത്തിലാണ്. അപ്പോൾ ആ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ നാം കേൾക്കുന്ന അഭിപ്രായങ്ങൾ നമ്മുടെ അഭിപ്രായങ്ങളായിട്ട് പതുക്കെ നമ്മൾ സ്വീകരിച്ചിട്ട് അത് നമ്മൾ വളർത്തിക്കൊണ്ട് വരും. അങ്ങനെ വളർത്തിക്കൊണ്ട് വരുന്നത് കാരണമാണ് നമുക്ക് പലപ്പോഴും ആശങ്ക ഉണ്ടാകുന്നതും ഭയമുണ്ടാകുന്നതും, നമ്മുടെ പെരുമാറ്റം ഉചിതമല്ല എന്നും പറഞ്ഞ് മറ്റുള്ളവർ കളിയാക്കുന്നതോ മറ്റുള്ളവർ നമ്മൾ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നതോ ഒക്കെ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള നമ്മുടെ ഈ ആശയങ്ങൾ നമ്മൾ മനസ്സിൽ വളർച്ചുകൊണ്ട് അത് ഒരിക്കലും നമ്മളെ ശരിയാണോ, എൻ്റെ ആശയം ഞാനിങ്ങനെ ചിന്തിക്കുന്നത് ശരിയാണോ എന്ന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ ഒരാത്മശോധന ചെയ്യാൻ തയ്യാറാകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ചെയ്യാൻ നോക്കും. കാരണം വെച്ചാൽ നമ്മുടെ മനസ്സിലുള്ള നാം ആരാധിക്കുന്നു അത് നമ്മുടെ പൂർണ്ണ ഉത്തരവാദിത്വമാണ്. നമ്മുടെ ആശയങ്ങളാണ്, നമ്മുടെ ചിന്താഗതികളാണ് നമ്മളാക്കി തീർക്കുന്നത്, വേറെ ഒന്നുമല്ല. നമ്മുടെ ശരീരം നോക്കിയാൽ എല്ലാ ശരീരങ്ങളും ഏകദേശം ഒരുപോലെ തന്നെയാണ്. പക്ഷേ നമ്മളെ വ്യത്യസ്തരാക്കുന്നത് നമ്മുടെ ആശയങ്ങളാണ്, നമ്മുടെ അഭിപ്രായങ്ങളാണ്. നമ്മൾ മറ്റുള്ളവരുമായിട്ട് സംഘർഷം ഉണ്ടാകുന്നതും നമ്മുടെ ശരീരത്തിൻ്റെ പേരിലായിരിക്കത്തില്ല, മിക്കവാറും നമ്മുടെ ആശയങ്ങളുടെ പേരിലാണ്. അത് നമ്മൾ ഈ ജീവിക്കുന്നത് നമ്മുടെ ആശയങ്ങളുടെ ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആശയക്കുഴപ്പം അല്ലെങ്കിൽ വിനിമയം നടത്തുമ്പോഴാണ് സംഘർഷം ഉണ്ടാകുന്നത്. അത് നല്ലതുപോലെ എല്ലാവർക്കും മനസ്സിലാകത്തക്ക പരസ്പരം വിനിമയം ചെയ്യുന്ന ആശയങ്ങൾ പൊരുത്തപ്പെടുന്നതാണെങ്കിൽ സഹവർത്തിത്വത്തിലും സ്നേഹത്തിലും കഴിഞ്ഞു പോകും. അതെ. അപ്പോൾ അതേസമയം അതിൽ സംഘർഷം ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ ഇത് പ്രയോജനമില്ലാതെ. അപ്പോൾ നമുക്ക് ഈ ഭയം ഉണ്ടാകുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സത്യം മനസ്സിലാകാത്തത് കൊണ്ടാണ്. ഒരു സത്യം പണ്ട് നമ്മൾ പറഞ്ഞതുപോലെ പാമ്പല്ല കയറാണ് എന്ന് നമുക്ക് വ്യക്തമായി ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭയം ഉണ്ടാകത്തില്ല. ആ കയറെടുത്ത് നമ്മൾ കൈ പിടിച്ച് ആട്ടിക്കൊണ്ട് പോകും. അതേസമയം അത് പാമ്പാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ അതിനടുത്ത് എത്തുക പോലുമില്ല. എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു സന്ധ്യ വെളിച്ചത്തിൽ ഒരു മോഷ്ടാവ് ഓടിപ്പോകുമ്പോഴത്തേക്ക് ഒരു കുറ്റിച്ചെടി അനങ്ങുന്നത് കാറ്റത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും പട്ടിചാടിയോ അനങ്ങുന്നത് കാണുമ്പോഴത്തേക്ക് ഉടനെ പോലീസുകാരനാണെന്ന് കരുതി അവൻ ഓടിയെന്ന് വരാം. അതേസമയം പകൽ വെളിച്ചത്തിൽ കാണുകയാണെങ്കിൽ ഒരു കുറ്റിച്ചെടിയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഓടത്തില്ല. എന്ന് പറഞ്ഞ സത്യം ഭയത്തെ എപ്പോഴും ഉന്മൂലനം ചെയ്യും. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇറ്റ് വിൽ ബി ഫിൽഡ് വിത്ത് ലവ്. അപ്പോൾ അതിനോട് കുറ്റിച്ചെടിയോടോ അല്ലെങ്കിൽ പ്രതീകം സൃഷ്ടിച്ചതെന്ന് വെച്ചാൽ നമ്മളാണ് പ്രതീകം സൃഷ്ടിക്കുന്നത്. നമ്മളുണ്ടാക്കിയിരിക്കുന്ന പ്രതീകത്തെ നമ്മളിങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് അതിൻ്റെ മുകളിലാക്കിയിട്ട് ഇന്നതാണ് എന്ന് നമ്മളങ്ങ് ഇൻ്റർപ്രറ്റ് ചെയ്യുകയാണ്. പക്ഷേ ആ ഇൻ്റർപ്രിറ്റേഷൻ നമുക്ക് അനുഭാവപൂർണ്ണമായിട്ട് വരും, നമ്മളെ ഭയപ്പെടുത്തുകയല്ല. നമ്മളാണ് ഈ ഭയം സൃഷ്ടിക്കുന്നതും വന്നിട്ട് അതിനോട് പ്രതികരിക്കുന്നത്. ഇതിനെല്ലാം നമ്മൾ തന്നെയാണ് തൊടുത്തുവിടുന്നത്, നമ്മൾ തന്നെയാണ് തിരിച്ചെടുക്കുന്നത്. നമ്മളൊരു മെസ്സേജ് വിടുന്നു, ആ മെസ്സേജ് തിരിച്ചു വരുന്നു, എന്നിട്ട് അത് അവിടുന്ന് വരുന്ന മെസ്സേജാണെന്ന് പറഞ്ഞ് അതിനെ നമ്മൾ പുലഭ്യം പറയുകയാണ് ചെയ്യുന്നത്. നമ്മളാണ് ഇതെല്ലാം ചെയ്യുന്നത്. യു ആർ ദി ഓൺലി വൺ. ശരിക്ക് എല്ലാം മനസ്സിലാക്കി കഴിയുമ്പോൾ ശരിക്കും നമ്മളെ മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാകും ഞാൻ മാത്രമേ ഉള്ളൂ ഈ ലോകത്തിലെന്ന്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന അർത്ഥമാണ് ഓരോന്നിനും ഉള്ളത്. ഇപ്പം ഞാൻ ടീച്ചറിന് കൊടുക്കുന്ന എൻ്റെ മനസ്സിൽ ഒരു ഐഡിയ ഉണ്ട്. ആ ഐഡിയ ആയിരിക്കത്തില്ല വേറൊരാളുടെ മനസ്സിൽ.
മനസ്സിലായോ? ഞാൻ പ്രതികരിക്കുന്നത് എൻ്റെ മനസ്സിലുള്ള ഐഡിയയോടാണ്, അതേസമയം ആൾ പ്രതികരിക്കുന്നത് ആളുടെ മനസ്സിലുള്ള ഐഡിയയോടാണ്. അപ്പോൾ നമ്മൾ ഈ ഐഡിയകൾ, ഈ ആശയങ്ങൾ തമ്മിലുള്ള ഈ സംഘർഷവും ആശയങ്ങൾ തമ്മിലുള്ള ഈ പൊരുത്തവും അതാണ് വാസ്തവത്തിൽ സമാധാനം സൃഷ്ടിക്കുന്നത്. ആ സമാധാനം സൃഷ്ടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആശയം ഭയം കൂടാതെ വിനിമയം ചെയ്യാൻ തുടങ്ങണം. ഭയം കൂടാതെ കണ്ട് വിനിമയം ചെയ്യുമ്പോൾ നമ്മുടെ ആശയങ്ങൾ സത്യത്തോട് കൂടുതൽ അടുത്ത് നിൽക്കും അപ്പോൾ നമുക്ക് അഭേദ ദർശനം ഞാനെന്ന് പറഞ്ഞതുപോലെ ഭേദമില്ലാതെ കണ്ട് എല്ലാം ഒന്ന് തന്നെയാണ്, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിവരച്ച് മാറ്റി ശരി ഇതാക്കുന്നതാണ് എന്ന് മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്ക് നമുക്കിത് ചേഞ്ച് ചെയ്യാൻ നിൽക്കും. വി ആർ ഇൻ കൺട്രോൾ. അഹം ബ്രഹ്മാസ്മി, ഞാൻ ദൈവമാണ് എന്നിൽ കൂടി പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ദൈവത്തിൻ്റെ പ്രതിച്ഛായയാണ്, ദൈവത്തിൻ്റെ പ്രതീകമാണ്. ഐ ആം ഒൺലി ആൻ സെയിൻറ്റ് ഫ്രാൻസിസ് പറഞ്ഞ പോലെ ഐ ആം ഒൺലി ആൻ ഇൻസ്ട്രുമെൻ്റ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഗോഡ് എന്ന് നമുക്ക് ബോധ്യം വരുമ്പോൾ നമ്മുടെ ഭയമെല്ലാം മാറിക്കും. ആശയും ആശങ്കയും എന്ന ഒരു ബ്ലോഗ് എഴുത്തിലെ തൻ്റെ ആശയങ്ങളെ വളരെ വ്യക്തമായി തന്നെ ഡോക്ടർ ജോർജ് പടനിലം നമ്മളോട് പറഞ്ഞു കഴിഞ്ഞു. ഭയമുള്ളിടത്താണ് എല്ലാ പ്രശ്നങ്ങളും ഉദിക്കുന്നത്. ഭയമില്ലാതായാൽ വിജയം നേടുവാൻ സാധിക്കും, അതിന് സ്നേഹത്തിൻ്റെ ഒരു തലമുണ്ടാകുവാൻ സാധിക്കും. അപ്പം നമ്മൾ നമ്മളെ തന്നെ മനസ്സിലാക്കുക, നമ്മളിൽ തന്നെയുള്ള ദൈവത്തിൻ്റെ ആ ഒരു അംശം, ഞാനും ഈശ്വരനും രണ്ടല്ല ഒന്നാണ് എന്നുള്ള ആ ഒരു ഭാവം, ആ ഒരു ഭാരതീയ ദർശനം മനസ്സിൽ തന്നെ ഉൾക്കൊള്ളുവാൻ ശ്രമിക്കുക. അത് ജീവിത വിജയത്തിൻ്റെ അടിസ്ഥാനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ ഭയം, ആശങ്ക മുതലായ തെറ്റായ ധാരണകളെ ഇല്ലാതാക്കി നമ്മളിൽ ഉള്ള ആ ഒരു ശക്തിയെ, ആ ഒരു ഊർജത്തെ, ആ ഒരു ദൈവികതയെ തിരിച്ചറിയുന്നിടത്ത് നമ്മൾ വിജയിക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു ആശയം പ്രാവർത്തികമാക്കി മുന്നോട്ട് പോകുവാനുള്ള ഒരു ഉദ്ബോധനമാണ് ഡോക്ടർ നമുക്ക് നൽകുന്നത്.